ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ? കാരണം നമ്മൾ അവരെ അഗാധമായി സ്നേഹിച്ചിട്ടും തിരിച്ച് ആ സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ അറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ, സ്നേഹിച്ചു പോയോ? ഇതുപോലൊരു ചോദ്യം ബൈബിളിൽ നാം കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്. അവിടെ കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ബർയോന ശീമോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതിന് അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന പല കാര്യങ്ങൾ. ഒന്ന്, ഞാൻ കർത്താവിനെ തള്ളി പറഞ്ഞവനാണ്, 3 തവണ തള്ളി പറഞ്ഞവനാണ്, ഞാൻ വീണുപോയവനാണ്. കർത്താവ് അവനെ കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും സംസാരിച്ചില്ല. ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഓരോ തവണ ചോദിക്കുമ്പോഴും അവന്റെ മനസ്സിൽ ആഴത്തിൽ അത് കൊള്ളുന്നുണ്ട്. അവൻ വീണ്ടും പറയുന്നുണ്ട്, കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. 3-ാം തവണ ചോദിക്കുമ്പോഴും അവൻ ഏറെ പ്രയാസപ്പെട്ട് പറയുന്നു, കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാമല്ലോ. കർത്താവ് ഓരോ തവണയും എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് സഭയുടെ ദൗത്യം അവനെ പരമേൽപ്പിക്കുന്നുണ്ട്. കർത്താവിനെ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവർ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മോടുകൂടെയുള്ള വാസമാണ്, നമ്മോടുകൂടെയുള്ള ഒരു സ്നേഹബന്ധമാണ്. ഏദന്റെ പർദീസായിൽ നാം കാണുന്നുണ്ട്, ആദമും ഹവ്വായും സൃഷ്ടിച്ചതിന് ശേഷം കർത്താവ് അവരോടൊപ്പം ആയിരിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഇന്ന് ഇമ്മാനുവേലാകുന്ന ദൈവം നമ്മോടുകൂടെ നടത്തുമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്ന ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ തന്റെ അടുക്കിലേക്ക് വിളിക്കുന്നുണ്ട്, മലമുകളിലേക്ക് വിളിക്കുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 15 തൊട്ടുള്ള വചനങ്ങളിൽ നമ്മൾ അപ്രകാരം കാണുന്നുണ്ട്. ഇന്ന് നമ്മെ ഓരോരുത്തരെയും ദൈവം തന്റെ ഹൃദയം തുറന്ന് വിളിക്കുന്നുണ്ട്, മക്കളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. കർത്താവിനോടുള്ള സ്നേഹം തെളിയിക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല, നേരെ മറിച്ച് പ്രവൃത്തിയിലൂടെ ആവണം. എങ്ങനെയാണ് എനിക്ക് എന്റെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുക? കർത്താവിന്റെ വചനങ്ങൾ പാലിക്കുന്നതും അതോടൊപ്പം തന്നെ ചുറ്റുപാടുള്ളവരിൽ ക്രിസ്തുവിന്റെ സ്നേഹം പകരുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് തയ്യാറാകും. നമ്മളെ കൊണ്ടാവുന്ന സ്നേഹപ്രവൃത്തികൾ ക്രിസ്തുവിന് വേണ്ടി, കാരുണ്യപ്രവൃത്തികൾ ക്രിസ്തുവിന് വേണ്ടി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. അതിന് ഈ വചനഭാഗം ഇവിടെ ആകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.